ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ ഇഫ്താറിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കോളിഫ്ലവറിൻ്റെ ബജിയും അതുപോലെ സ്പ്രിങ് റോളും പിന്നെ അൽഫാമും മന്തി റൈസും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് പോലും വേണ്ട ഈ മന്തി റൈസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് എല്ലാത്തിനും വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കി പുറത്തെടുത്ത് വയ്ക്കാം. അപ്പോൾ ചിക്കൻ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നില്ലേ, അടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ സവാള, ഇതൊക്കെ എടുത്ത് ആദ്യം തന്നെ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സവാള ഫ്രിഡ്ജിലാണ് കേട്ടോ സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ അതെല്ലാം എടുത്ത് പുറത്ത് വെച്ച് ചിക്കൻ മഞ്ഞളും ഉപ്പിട്ട് വേവിച്ചിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ റോളിനുള്ള ഷീറ്റും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അരിയാനുള്ള സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് ചെറുനാരങ്ങ ഉപ്പും ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ചാണ് കേട്ടോ, ഒന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട്. പിന്നെ കസ്റ്റാർഡിലേക്കുള്ള അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട് സലാഡിലേക്കുള്ള കസ്റ്റാർഡും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നിന് വേണ്ടത് മാറ്റി മാറ്റി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അൽഫാമിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക് ചതച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഉണക്കമുളകില്ലേ അതെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഈ എടുക്കുന്ന സംഭവങ്ങളിലൊക്കെ മാറ്റം വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ കറക്റ്റ് അളവ് പറയാത്തത്. അപ്പോൾ അതായത് എല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. എന്നാൽ ഭയങ്കരമായിട്ട് പേസ്റ്റ് ആവുകയും ചെയ്യരുത്. ആ വിധത്തിലൊന്ന് അരച്ചെടുക്കാം. ഞാനിങ്ങനെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര പേസ്റ്റ് ആവുകയും ചെയ്യരുത്, എന്നാൽ അരയാണ്ടും ഇരിക്കരുത്. ആ ഒരു പരുവം ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണില്ലേ, ആ ഒരു പരുവത്തിൽ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ വേണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറി മസാലപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് തൈര് വേണം കേട്ടോ. പിന്നെ കളറ് ചേർക്കേണ്ടവർക്ക് കളറ് ചേർത്ത് കൊടുക്കുക. ഞാൻ കളറ് ചേർത്ത് കൊടുത്തിട്ടില്ല, ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുരുമുളക് പൊടി, ഉണക്കമുളകിൻ്റെ ഒക്കെ എരുണ്ടാവുമല്ലോ ഓൾറെഡി, അത് കാരണം ഞാൻ എരിവുള്ള മുളക് പൊടിയല്ല ചേർത്ത് കൊടുത്തത്, കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിനകത്തേക്ക് പുളി കുറവുള്ള തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഈ മസാല നമുക്ക് ചിക്കൻ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ചിക്കനും ഈ മസാല തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ വെള്ളം കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് മസാലയിൽ ഇങ്ങനെ കുതിർന്ന് കിടക്കൂലേ, ആ വിധത്തിൽ കുറച്ചധികം മസാല എപ്പോഴും ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ചിക്കൻ മസാലയിൽ മുങ്ങിക്കിടക്കുന്ന പരുവത്തിലാക്കാൻ വേണ്ടിയിട്ട്. ചിക്കനുമോ ഒന്നില്ലെങ്കിൽ ഒന്ന് കത്തി വെച്ചിട്ട് ഇങ്ങനെ കുറേ കുത്തിട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് വരിഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ വരിഞ്ഞാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച പൊടികളൊക്കെ അപ്പം തന്നെ അങ്ങോട്ട് കയറ്റി വെക്കണം കേട്ടോ. ഇനി ഈ ചിക്കൻ നമുക്ക് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. നമ്മൾ പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതെടുത്ത് പുറത്ത് വെച്ചാൽ മതി. ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ മന്തി റൈസിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒന്നെടുത്ത് പ്ലേറ്റിൽ വെക്കണം. ഞാൻ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് അന്ന് എന്താണോ ഉണ്ടാക്കുന്നത് അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് വെക്കും. അപ്പോൾ ആ സമയത്ത് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോന്ന് എടുക്കാനും ഇതാക്കാനും നിൽക്കേണ്ട, പെട്ടെന്ന് നമ്മുടെ കുക്കിങ് കഴിയും. ഈ മന്തി റൈസ് ഞാൻ പറഞ്ഞില്ലേ 10 മിനിറ്റ് പോലും വേണ്ട ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 മിനിറ്റ് പോലും ഇല്ലാണ്ട് നമുക്ക് റൈസ് വെന്ത് കിട്ടും. കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്, പക്ഷേ ഒരു തരി പോലും അടി പിടിക്കൂല, റൈസ് കട്ട പിടിക്കൂല, നല്ല വിട്ട് കിട്ടും. അത് ആ രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ. ഈ നോമ്പൊക്കെ ഉള്ള സമയത്ത് നമുക്ക് എന്താ പറയുക, മന്തി ഉണ്ടാക്കാനൊക്കെ ഏറ്റവും എളുപ്പവഴി ഇത് തന്നെയാണ്. പക്ഷെ നല്ല ടേസ്റ്റോടുകൂടെ തന്നെ കിട്ടുകയും ചെയ്യും, കുക്കർ മന്തി എന്നൊക്കെ പറയാം.
അതുപോലെ തന്നെ ഞാൻ സ്പ്രിംഗ് റോളിലേക്കുള്ള സാധനങ്ങളും അടുപ്പിച്ച് വെക്കണം കേട്ടോ. അതിലേക്ക് ഇനി കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പ്ലേറ്റിലെടുത്ത് വെച്ചിരുന്നു. ഈ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വയ്ക്കുന്ന സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് ഫ്രീസറിലേക്ക് തന്നെ വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ കുറേ നേരം തണവ് വിട്ടിട്ട് പുറത്തിരുന്ന് കഴിഞ്ഞാൽ പിന്നെ വയ്ക്കുമ്പോൾ ചിലപ്പോൾ കേടുവരാൻ സാധ്യത ഉണ്ട്. പിന്നെ ഞാൻ കോളിഫ്ലവർ ബജി ഇല്ലേ, അതിലേക്ക് വേണ്ടതാണ് കേട്ടോ. അപ്പോൾ കോളിഫ്ലവർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ ബജി മേടിക്കൂലേ, എന്തെങ്കിലും ബീച്ച് സൈഡിൽ നിന്നൊക്കെ ഉണ്ടാവില്ലേ, അതേ ടേസ്റ്റിലുള്ളൊരു കോളിഫ്ലവറിൻ്റെ ബജിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. അങ്ങനെ ഞാൻ കോളിഫ്ലവറൊക്കെ കട്ട് ചെയ്തെടുത്ത് ഇനി ഇതിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ടിങ്ങായിട്ട് തിളച്ച വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പൈപ്പിൽ ഇതിൽ നിന്ന് തന്നെയാണ് ചൂടുള്ള വെള്ളം നോർമൽ വെള്ളം വരുന്നത്. അപ്പോൾ ഞാൻ അത് ചൂടുള്ള വെള്ളം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തുറന്നിട്ടിരിക്കുന്നത്. വെള്ളം വെറുതെ കളയുന്നതല്ലേ. ഇപ്പോൾ ആ ചൂടുവെള്ളം വന്ന് ഞാനത് ഒഴിച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് ബാക്കി എന്താ പറയുക, ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കവും കട്ട് ചെയ്തെടുക്കണം. ഈ ക്യാബേജില്ലേ ഞാൻ 2 പീസായി കട്ട് ചെയ്തെടുത്ത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലൊക്കെ ഈ അൽഫാം മേടിക്കുമ്പോൾ ക്യാബേജിൻ്റെ ഒരു സാലഡ് കിട്ടൂലേ. അപ്പം അങ്ങനത്തെ ഒരു സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത്രയും ക്യാബേജ് എടുത്തത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അതെന്തായാലും നടക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം വൈകും, ഇഫ്താറിനുള്ള നേരമാവും. അപ്പോൾ അതുകൊണ്ട് അതെടുത്തിട്ട് ഞാൻ ആ ക്യാബേജും സ്പ്രിംഗ് റോളിലേക്ക് അരിഞ്ഞതിൽ കുറച്ചെടുത്തിട്ട് ബാക്കിയും കൂടെ നേരെ ഫ്രിഡ്ജിൽ വെച്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കസ്റ്റാർഡ് ചൂടാറിയിട്ടുണ്ടായിരുന്നു. അത് നേരെ അടച്ച് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഈ ക്യാരറ്റ് ഒന്ന് തൊലി കളഞ്ഞിട്ട് കഴുകിയെടുത്തിട്ട് വേണം അതൊന്ന് അരിഞ്ഞെടുക്കണം. ഇത് സ്പ്രിംഗ് റോളിലേക്ക് ഇത് അരിയുന്ന സമയത്തേ ഭയങ്കര കനം കുറഞ്ഞിട്ട് അരിയാൻ നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് പീൽ ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ക്യാരറ്റ് അവിടെ കട്ട് ചെയ്ത് മാറ്റി. ഇനിയിപ്പോൾ നമുക്ക് ക്യാപ്സിക്കം മന്തി റൈസിലേക്കും വേണം, ഇതിൽക്കും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൽക്ക് രണ്ടിൽക്കും കൂടെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ ഭയങ്കര കനം കുറഞ്ഞിട്ട് അരിഞ്ഞെടുക്കാൻ നോക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഈ സ്പ്രിംഗ് റോളിലേക്കുള്ളത് അരിഞ്ഞെടുത്ത് കഴിഞ്ഞത് ക്യൂബായിട്ട് മന്തി റൈസിലേക്ക് ആണ് കേട്ടോ അരിഞ്ഞെടുത്തത്. ഇനിയിപ്പോൾ ഇതിലേക്ക് രണ്ടിൽക്കും മന്തി റൈസിലേക്കും അതുപോലെ തന്നെ സ്പ്രിംഗ് റോളിലേക്കും സവാള വേണം. അപ്പോൾ സ്പ്രിംഗ് റോളിലേക്ക് ഞാൻ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മന്തി റൈസിലേക്ക് ക്യൂബായിട്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കുറച്ച് പോരാന്ന് തോന്നി, അപ്പോൾ കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലി, അവിടുത്തെ കുട്ടികൾക്കും കൂടി ഉള്ളതാണ് കേട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ ആ സ്പ്രിംഗ് റോളിലേക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്: ചിക്കൻ, ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്. ഇനിയിപ്പോൾ മന്തിയിലേക്ക് തക്കാളി ഇതുപോലെ വലുതാക്കി എറിഞ്ഞത്, പച്ചമുളക് ഓപ്ഷനാണ്, പിന്നെ ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, കരയാമ്പൂവ്, കുരുമുളക്, മല്ലി, ജീരകം, ഏലക്ക, കറുവപ്പട്ട, സവാള, അതുപോലെ തന്നെ
ക്യാപ്സിക്കം, ഡ്രൈ ലെമൺ, ബേ ലീഫ്, പിന്നെ റൈസ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ നീര് പിഴിയാനായിട്ട് ഒരു കഷ്ണം ചെറുനാരങ്ങ. ഇത്രയാണ് മന്തി റൈസിലേക്ക് വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ആദ്യം തന്നെ സ്പ്രിംഗ് റോൾ റെഡിയാക്കിയെടുക്കാം. അതിന് ആദ്യം ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അത് മൂത്ത് വന്നതിന് ശേഷം സവാള ഇട്ട് കൊടുത്ത് സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോൾ ക്യാരറ്റ്, ക്യാബേജ്, അതുപോലെ തന്നെ ക്യാപ്സിക്കം ഇതെല്ലാം കൂടി ഇട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ട് വാടി വന്നപ്പോൾ അതിനകത്തേക്ക് ചിക്കനും ചേർത്തുങ്ങായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, എന്നിട്ട് ഇത് മുഴുവനായിട്ട് വാടിയിട്ടില്ല, ചെറുതായി തന്നെ വാടി വന്നപ്പോൾ അതിനകത്തേക്ക് കുരുമുളക് പൊടിയും അതുപോലെ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നാൽ ഭയങ്കരമായിട്ട് വാടാനും നിൽക്കരുത് കേട്ടോ. ഇത് വെന്തിട്ടുണ്ടാവണം, ആ ഒരു പരുവത്തിലെടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കോളിഫ്ലവർ ബജിയില്ലേ അതിലേക്കുള്ള മാവ് ഉണ്ടാക്കിയെടുക്കുക. അതിന് ഞാനിവിടെ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. കടലപ്പൊടി 1.5 സ്പൂണും മൈദ 2.5 സ്പൂണും അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു നുള്ള് കറി മസാലപ്പൊടി, ഒരു നുള്ള് ജീരകത്തിൻ്റെ പൊടി ഇട്ടാൽ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ടും കഴിഞ്ഞിട്ട് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഈ മാവ് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ മാവ് ഇവിടെ റെഡി ആയതിന് ശേഷം ഞാൻ കോളിഫ്ലവർ കഴുകി എടുത്ത് കഴിഞ്ഞിട്ട് വെള്ളം കളയാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നേരെ അതിനകത്തേക്ക് കൊട്ടി കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് ഭയങ്കര കട്ടിയായി പോവാതിരിക്കാൻ നോക്കുക കേട്ടോ. ഇത് ശരിക്കും നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ആ കോളിഫ്ലവർ ബജിയുടെ അതേ ഇതിൽ തന്നെ കിട്ടും കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ റോൾ ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടി ഇതാ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഷീറ്റ് ഓരോന്ന് എടുത്തിട്ട് സ്പ്രിംഗ് റോള് റെഡിയാക്കി വെക്കാം. ആവശ്യത്തിനുള്ള ഫില്ലിങ്സ് വെച്ചിട്ട് ഇതുപോലെ രണ്ടാക്കി റോൾ ചെയ്തിട്ട് 2 സൈഡിൽ നിന്നും ഇതേപോലെ മടക്കി കഴിഞ്ഞിട്ട് പിന്നെ റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ രീതിയിലാണ് തന്നെ എല്ലാവരും ചെയ്യുന്നത്, ഇതുപോലെ തന്നെയാണല്ലോ. ഇനി ഞാൻ മൈദ വെച്ചിട്ടല്ല കേട്ടോ ഇത് ഒട്ടിച്ചു കൊടുക്കുക. സമൂസയാണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും ഞാൻ ഇതുപോലെ വെള്ളത്തിലൊന്ന് മുക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം കേട്ടോ ചെയ്യാറ്. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് മറ്റേ റോളിനേക്കാളും ഒന്നും കൂടെ ഇഷ്ടം ഇതാട്ടായത്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കുന്നത് ഫ്രൂട്ട് സലാഡിലേക്കുള്ളത്. അങ്ങനെ ഫ്രൂട്ട് സലാഡ് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇത്തിരി കൂടുതലായി പോയിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. എന്നൊക്കെ എടുത്തിട്ട് നേരെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നാളെ എടുക്കാമല്ലോ. അതുപോലെ തന്നെ ഞാൻ ഫ്രൂട്ട്സും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പൊരിയൊക്കെ ലാസ്റ്റ് പൊരിക്കുള്ളൂ കേട്ടോ. ഇനിയുള്ള നോമ്പിന് ഈ എണ്ണയിൽ പൊരിച്ചെടുക്കണതൊന്ന് കുറച്ചാലോ എന്നൊരു തീരുമാനം എടുക്കണമെന്നുണ്ട്. നോക്കാം, ഒന്ന് എണ്ണയിൽ പൊരിച്ചുള്ളതൊക്കെ ഒന്ന് കുറച്ചിട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ ജ്യൂസ് അല്ലെങ്കിൽ നാരങ്ങവെള്ളം അതിലേതെങ്കിലും ഒന്നാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടായിരുന്നു നോമ്പ് തുറന്ന പാടെ നാരങ്ങവെള്ളം കുടിക്കരുത് എന്നുള്ളത്. അപ്പോൾ അതൊന്ന് കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ഈ എണ്ണയിൽ മുക്കിപ്പൊരിക്കുന്നതൊക്കെ വല്ലപ്പോഴാക്കാം എന്ന് വിചാരിക്കണേ, എല്ലാ ദിവസവും ആക്കണ്ടെന്ന് വിചാരിച്ചു. ഇനി അതുപോലെ ഫ്രൂട്ട് സലാഡും എല്ലാ ദിവസവും ആക്കൽ ഒന്ന് നിർത്താമെന്ന് വിചാരിച്ചു. മധുരം ഒന്ന് കുറയ്ക്കാം എന്നൊക്കെ വിചാരിക്കണേ. അപ്പോൾ ഞാനിവിടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മാങ്ങയാണ് കേട്ടോ ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ മാങ്ങ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പൾപ്പെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നാരങ്ങ വെള്ളത്തിലേക്കുള്ള കസ്കസ് ഒന്ന് വെള്ളത്തിലൊഴിച്ച് വയ്ക്കുന്നുണ്ട്. നമുക്ക് റൈസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 5 മിനിറ്റ് പോലും വേണ്ട, എല്ലാം അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് മാഗി ക്യൂബും കൂടെ വേണം കേട്ടോ. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പം ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അടി പിടിക്കുമെന്നുള്ള ഒരു പേടിയും വേണ്ട കേട്ടോ. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുക്കർ അടുപ്പത്ത് വയ്ക്കുക. കുക്കർ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക.
അത് കഴിഞ്ഞിട്ട് ഇഞ്ചി നമുക്ക് ആദ്യം സ്പൈസസ് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കുരുമുളക്, ഗ്രാമ്പു അങ്ങനെയുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ബാക്കിയുള്ള എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കുക. ആ മാഗി ക്യൂബ് ഇതുപോലെ ഒന്ന് കുത്തിങ്ങായിട്ട് പൊടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വാടാനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, ആ കണക്കിലാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. നമ്മൾ 1 ഗ്ലാസ് അരിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതാണ് കുക്കറിലുള്ള കറക്റ്റ് അളവ്, ഇതാണ് കേട്ടോ അരിയുടെ. അപ്പോൾ അരി ഞാനിവിടെ കുതിർത്താൻ വെക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അരി കഴുകിയെടുത്ത് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുക്കർ അടുപ്പത്ത് വെക്കണേലും തൊട്ട് മുന്നായിട്ട് അരി ഒന്ന് കഴുകിയെടുത്തിങ്ങായിട്ട് ആ വെള്ളത്തിൽ കഴുകിയെടുത്ത് ലാസ്റ്റ് വെള്ളത്തിൽ തന്നെ ഒന്ന് വെച്ചിട്ട്, അപ്പോൾ സോക്ക് ചെയ്യാനായിട്ട് അധികം നേരം ഒന്നും വെക്കണമൊന്നുമില്ല. അപ്പോഴും അളവ് ഇതന്നെയാണ്, 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. പിന്നെ ഞാനിതൊന്ന് ചെറുതായിട്ട് തിളച്ച് വന്നപ്പോൾ അതിനകത്തേക്ക് തക്കാളി അരച്ചതില്ലേ അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പോൾ അത് കണ്ടുകൊണ്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പം നോമ്പായതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ഏകദേശം ഒരു അളവിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് അരി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചെറുനാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായില്ലേ നമ്മൾ, അതൊന്ന് ഇതിനകത്തേക്ക് പിഴിഞ്ഞു കൊടുക്കുക കേട്ടോ. ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നത് അരി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടക്കാം കേട്ടോ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒറ്റൊരു വിസിൽ വന്ന പാടെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. കറക്റ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ നോക്കുക. എന്നിട്ട് പിന്നെ വിസിൽ കളയൊന്നും വേണ്ട, കുക്കറിൻ്റെ വിസിൽ പോകുമ്പോൾ തന്നെ നമുക്ക് തുറന്നാൽ മതി. അങ്ങനെ റൈസ് ഞാൻ അവിടെ അടുപ്പത്ത് വെച്ച് വിസിൽ വന്നതിന് ശേഷം അത് മാറ്റി വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിൽ കോളിഫ്ലവർ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ കോളിഫ്ലവറിൻ്റെ ഇതൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്പ്രിംഗ് റോള് അത് ഓരോന്നിട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതും ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ പൊരിക്കടികളൊക്കെ റെഡിയായി. ഈ സമയം കൊണ്ട് ഞാൻ ജ്യൂസും അടിച്ചിട്ടുണ്ടായിരുന്നു, നാരങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് അൽഫാമിനുള്ളത് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്നും ഇതുപോലെ ഗ്രില്ല് ചെയ്തെടുക്കാം. ഞാനിവിടെ എയർ ഫ്രയറിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നമുക്ക് പാനിൽ ഓയിൽ ഒഴിച്ചിട്ടും ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ഓയിലിൽ തിരിച്ചു മറിച്ചിട്ടിട്ട് ചെറിയ തീയിൽ പൊരിച്ചെടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഒലിവ് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, വിസിൽ പോയതിന് ശേഷം കേട്ടോ ഞാൻ കുക്കർ തുറന്നത്. ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു തരി പോലും കട്ട പിടിക്കുക അല്ലെങ്കിൽ അടി പിടിക്കുക ഒന്നും ആയിട്ടില്ല. കുക്കറിൽ വെക്കുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടാവാറില്ലേ ചിലവർക്ക്, അങ്ങനെയുള്ള ഒരു ടെൻഷനും വേണ്ട കേട്ടോ ഇത് കുക്കറിൽ വെക്കുമ്പോൾ. ഇപ്പം നോമ്പിനൊക്കെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എല്ലാം അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഈ റൈസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. കറക്റ്റ് ആ അരിയുടെ വെള്ളത്തിൻ്റെ അളവ് നോക്കിയാൽ മതി. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള ഒരു കറക്റ്റ് അളവ് തന്നെ നോക്കിയാൽ മതിയിട്ട്. അതാ കണ്ടില്ല, അടിപിടി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഇവിടെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. പക്ഷേ ചിക്കൻ റെഡി ആയിട്ടില്ല, അതായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പോഴത്തേനും ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ടേബിളിൽ കൊണ്ടുവച്ചു. അൽഹംദുലില്ലാ ഇന്നത്തെ ഇഫ്താറും റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞു.
പിന്നെ നോമ്പായിരുന്നു വന്നപ്പോഴത്തേനും ചിക്കൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ നേരെ ഈ ചിക്കൻ എടുത്തുങ്ങായിട്ട് ഇനി ബാക്കി പരിപാടി നോക്കാം. നമുക്ക് ഈ ചിക്കൻ നേരെ എടുത്തുങ്ങായിട്ട് നമുക്ക് കുക്കറിലേക്ക് വെക്കണം കേട്ടോ. അതായത് ആ റൈസിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രം വെറുതെ വെച്ചിട്ട് ഓയിൽ ഇപ്പോൾ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യം. ഞാൻ കുക്കറിലായതുകൊണ്ടും കുറച്ച് ചോറല്ലേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഓയിൽ ഒഴിക്കുമ്പോൾ റൈസിലേക്ക് പോയാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുത്തത്. ഇത് നമുക്ക് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ കരി ഇതുപോലെ കത്തിച്ചിട്ട് ആ പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ഓയിൽ ഒഴിച്ചാൽ മതിട്ടാ. ഇപ്പോൾ ഈ കരി ഇട്ട് കൊടുത്ത് പുക വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കുക്കർ അടച്ച് വെക്കാം കേട്ടോ. പിന്നെ ഇത് ചെയ്ത് വെച്ചിട്ട് പിന്നെ മഗ്‌രിബിസ്കരിക്കാൻ പോയി. പിന്നെ മഗ്‌രിബിസ്കാരം ഓത്തും ഇശാനിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നത്. അപ്പോഴത്തേനും ഇതിവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചിക്കൻ എടുത്ത് മാറ്റി കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മുകളിൽ കരിഞ്ഞത് ചിക്കനല്ല കേട്ടോ, ആ മസാല ഒന്ന് ഇതായിട്ടുള്ളതിന് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ട് ഈ ചെറുനാരങ്ങ നീരിലും ഉപ്പിലും ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. നോമ്പിനൊക്കെ പെട്ടെന്ന് മന്തി ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ നമുക്ക് എപ്പോഴാണോ മന്തി റൈസ് കഴിക്കാൻ തോന്നുന്നത് അപ്പോഴൊക്കെ ഒരു 5 മിനിറ്റ് പോലും ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.